ഹലോ! ഇത്തവണ ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. നമ്മുടെ ഇടുക്കിയിലിപ്പോൾ മഴയൊക്കെ കുറഞ്ഞിട്ട് നല്ല കട്ട മഞ്ഞുള്ള സീസണാണ്. അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പനയിൽ നല്ല തണുപ്പുള്ള ടൈമാണ് കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള പിള്ളേർ പറഞ്ഞു, നമുക്ക് കല്യാണത്തിന് പോയിട്ട് ഫോട്ടോ എടുത്താലോ, നല്ല തണുപ്പല്ലേ, നല്ല മഞ്ഞല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. സോ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത്. നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് ഒരു 10 മിനിറ്റ് മാറിയിട്ടാണ് കേട്ടോ കല്യാണത്തണ്ട്. കല്യാണത്തണ്ട് വലിയ പരിചയം ഉണ്ടാവില്ല എല്ലാവർക്കും, പക്ഷേ അഞ്ചുരുളി അത്യാവശ്യം എല്ലാവർക്കും കേട്ട് പരിചയമുണ്ടല്ലേ. ഈ ഒരു കല്യാണത്തണ്ടിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനാണ് കേട്ടോ അഞ്ചുരുളി. ആക്ച്വലി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ കല്യാണത്തണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഒന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ ഒരു പ്ലേസിനെ പറ്റി. പക്ഷേ ഇവിടുത്തെ ഒരു കട്ടപ്പനക്കാർക്കൊക്കെ അത്യാവശ്യം അറിയാം. പിന്നെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കാറുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ്, അങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയേ. നമ്മൾ വലിയ വൈബൊക്കെ അടിച്ചു വന്നതാണ്. പക്ഷേ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഈ മഞ്ഞെല്ലാം പോയേട്ടോ. നമ്മളിങ്ങനെ നടന്ന് ഓരോ മലകളായിട്ട് പോകുമ്പോൾ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി കേട്ടോ. കാരണം അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഈ കാക്കകൾ ഇങ്ങനെ പറക്കുന്നതെന്ന് മനസ്സിലായേ. ഇനി മഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല, കിട്ടിയ സ്പോട്ടിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. സച്ചുവിനാണെങ്കിൽ ഇതുപോലെ ദൂരേന്ന് വേണം കേട്ടോ വീഡിയോ എടുക്കാൻ. പക്ഷെ ടുങ്കിക്കാണെങ്കിലോ തൊട്ടടുത്ത് വേണം കേട്ടോ വീഡിയോ എടുക്കാൻ. ഒരുപാട് ഫോട്ടോകളും ഒരുപാട് വീഡിയോകളും ഡാൻസിൻ്റെയും റീൽസിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ എടുത്താട്ടോ. പിന്നീട് ഈ മഞ്ഞൊക്കെ പോയേട്ടോ. നല്ലൊരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. ആ ദൂരെ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ ആണ്. സച്ചു ആണ് കേട്ടോ ഫോട്ടോഷൂട്ടിന് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അവന് വേണ്ടിരുന്നത് ദൂരെ നിൽക്കുന്ന വീഡിയോ, തിരിഞ്ഞ് നിൽക്കുന്ന വീഡിയോ, അതുപോലെ തന്നെ ഫേസ് കാണിക്കാത്ത വീഡിയോ, ഇങ്ങനത്തെ ഒക്കെ ഒരു ഫോട്ടോസാണ് കേട്ടോ അവനെ വേണ്ടിരുന്നത്. അങ്ങനെ വീണ്ടും മഞ്ഞ് കണ്ടപ്പോൾ വലിയ കാര്യത്തിൽ ചാടിത്തുള്ളി പോയട്ടോ. കാവടി തുള്ളി പോയതാണ് ഇപ്പോൾ ട്രാജഡി ആയനെ എന്ന് പറഞ്ഞ പോലെ. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ അണലി ഉള്ളത്. ഇങ്ങനത്തെ ഏരിയയിൽ പാറകളും അതുപോലെ തന്നെ പച്ചപ്പുല്ലൊക്കെ ഉള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അണലി ഉള്ളത് കേട്ടോ. മുമ്പ് ഇത് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു കാര്യമേ മറന്നുപോയേ. പക്ഷെ അതുവഴി പോയൊരു ചേട്ടനാണ് കേട്ടോ നമ്മുടെ അടുത്തത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പുറകോട്ട് തന്നെ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആ ചേട്ടനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓരോ കുന്നായി ഇറങ്ങി നമ്മൾ പഴയൊരു സ്പോട്ടിലെത്തി കേട്ടോ. സച്ചു രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ ഫോട്ടോഷൂട്ടിന് വന്നത്. 2 ഷർട്ടായിട്ടാണ് അവൻ വന്നത്. പക്ഷേ എന്നിട്ട് എന്താ കാര്യമെന്ന് ഞാനും വിചാരിച്ചേട്ടോ. എല്ലാത്തിലും ലോങ് ഷോട്ടാണ്, ബാക്ക് ഷോട്ടാണ്, പിന്നെ ഫേസ് റിവീൽ ചെയ്യുന്നില്ല. പിന്നെ അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും വേണം ബാക്ക് ഷോട്ട് എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തേ. പിന്നീട് അവൻ ആദ്യം ചേഞ്ച് ചെയ്ത ഡ്രസ്സില്ലേ അത് ഞാൻ ഓവർകോട്ടായിട്ട് വെച്ചിട്ട് ഞാനും ഒരു ബാക്ക് ഷോട്ട് വീഡിയോ എടുത്താട്ടോ. ആരാല്ലേ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത. ഈ കാണുന്ന സ്പോട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം വണ്ടിയും കൊണ്ട് വന്നത്. ആക്ച്വലി ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഈ ഒരു പാറകളുള്ള സ്ഥലത്തുമാണ് കേട്ടോ നമ്മൾ പാർക്കിംഗ് ഏരിയ. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ നടന്ന് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ വന്നതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളിന്ന് കാണാം കേട്ടോ. അങ്ങനെ മഞ്ഞൊക്കെ പോയ സ്ഥിതിക്ക് നമ്മുടെ ഫോട്ടോഷൂട്ട് നമ്മൾ നിർത്തി കേട്ടോ. അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിനി വീട്ടിൽ ചെന്നിട്ട് വേണം നാടകത്തിൻ്റെ റിഹേഴ്സലിന് പോകാനേ. അടുത്ത ദിവസം ഞങ്ങൾക്ക് കൊല്ലത്തും തൃശ്ശൂരും തിയേറ്റർ പ്ലേ ഉണ്ട് കേട്ടോ. സോ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.